വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ട്. ഐ എം ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിന്റെ ഒരു അനാലിസിസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇന്ന് ജൂൺ 1 ആണ്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ഇന്നത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഏകദേശം ഒരു 9 o'clock വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഒരു ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ആണ്. പക്ഷെ നമുക്ക് മാർക്കറ്റ് റിവേഴ്സിലേക്കാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 4546 വരെയാണ് ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് വലിയൊരു റിജക്ഷൻ വന്ന് ഏകദേശം 4510 റേഞ്ചിലേക്ക് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുകയാണ്. 4508 4510 എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അവിടെ നിന്ന് കുറച്ച് ബൈ പോകാനുള്ള സാധ്യതകളുണ്ട്. 4546 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുള്ളൂ. 4595 വരെ ഫ്രൈഡേ പോയിട്ടുണ്ടായിരുന്ന മാർക്കറ്റാണ്. അതിനുശേഷമാണ് ഇത്രയും വലിയൊരു റിജക്ഷൻ വന്നിട്ടുള്ളത്. 4488 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വലിയൊരു സെല്ല് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ 4500 റേഞ്ചുകളിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകും. 4530 മുതൽ 4546 വരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതിനെ ബ്രേക്ക് ചെയ്ത് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ 4558 68 റേഞ്ചുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുള്ളൂ. 4558 68 70 റേഞ്ചുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അവിടെ നിന്നൊക്കെ താഴേക്ക് തന്നെ വരാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടുള്ളത്. ഒരു വലിയ ബൈ പോകാനുള്ള യാതൊരു ചാൻസും നിലവിലില്ല. അപ്പോൾ അത് ഓരോ ടൈം ഫ്രെയിമുകൾ മാറുന്നതിനനുസരിച്ച് മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഒക്കെ മാറും. അപ്പൊ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് മാത്രം, നമ്മൾ ഏത് സമയത്താണോ ട്രേഡ് ചെയ്യുന്നത് ആ സമയത്തൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്ന 4508 12 റേഞ്ചുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകൾ തന്നെയാണ്. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ 4488 90 92 റേഞ്ചുകളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. 4528 മുതൽ 46 വരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളാണ്. അവിടെ നിന്നൊക്കെ സെൽ എൻട്രികൾ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് 2 ചാനലുകളാണ് ഉള്ളത്, വാട്സപ്പ് ചാനൽ അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ. കോൾസ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്